എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ വിഷമത്തോടെ ടോണി എല്ലാവരോടും സങ്കടങ്ങൾ പറയുന്നുണ്ട്, വിഷമ ചോദിക്കുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, നിനക്കറിയാവോ എൻ്റെ മകൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ നിന്നോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ സമയത്ത് നീ ഷെറിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല. അവൻ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന അവനും അറിയത്തില്ലായിരുന്നല്ലോ. നീ ഈ ഒരു കാര്യം ഓർക്കണം, നിനക്കിപ്പം ജീവനുണ്ട്. നീ ഒരു 6 മാസം കഴിഞ്ഞ് മരിക്കാൻ തയ്യാറാണെങ്കിൽ, പോട്ടെ ഒരു 6 വർഷം കഴിഞ്ഞെങ്കിലും മരിക്കാൻ തയ്യാറാണെങ്കിൽ ഷെറിനേക്കാൾ നല്ല പെൺകുട്ടിയെ ഞാൻ നിനക്ക് കാട്ടിത്തരാം. എന്നിട്ട് നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മരിച്ചുപോയ മകനെ ഓർത്ത് നീറിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ ആ സങ്കടം മാറിയിട്ടില്ല. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നീ പറഞ്ഞതുപോലെ ഒന്നും പറയരുത് എന്ന് ഭയങ്കര വിഷമത്തോടെ മാമച്ചായൻ പറയുന്നുണ്ട്. അന്നേരം ഗ്രേസിയമ്മയും ചോദിക്കുന്നുണ്ട്, നീ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അന്നേരം ആൻറ്റി പറഞ്ഞു പോയില്ലേ, എനിക്ക് ക്ഷമ ചോദിക്കാൻ മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പിന്നെയും ചോദിക്കും, നീ അന്നൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്ന് നിനക്കറിയാമെന്നും ഒരിക്കലും ഞങ്ങൾക്ക് അത് എവിടെയാണെന്ന് പറഞ്ഞു തരില്ല എന്ന്. നീ ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് ആ കുഞ്ഞിൽ എൻ്റെ മകൻ്റെ ജീവൻ കാണുമല്ലോ, അവനെ ആ കുഞ്ഞിനെ കാണുന്നതിലൂടെ അവനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയാണ് എന്നിങ്ങനെ പറയുമ്പം സങ്കടത്തോടെ ടോണി പറയുന്നുണ്ട്, എനിക്ക് ആ കുട്ടി എവിടെയാണ് എന്ന് അറിയത്തില്ല. അന്നേരത്തെ എൻ്റെ കലിപ്പ് തീരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, എനിക്കറിയില്ല എന്ന്. അന്നേരം ഇത് സത്യമാണോ എന്ന് രേവതിക്കുട്ടി ചോദിക്കൂട്ടോ. ഈ പറയുന്നത് സത്യമാണോ, അറിയത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പം സത്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു വാക്ക് തരാം, ആ കുട്ടി എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും ഞാൻ. അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞ് മാമച്ചാൻ്റെ കൈ പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് സമാധാനത്തിലാണ് ടോണി വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന രോഹിത്തിനെയാണ്. മാനേജർ അച്ഛനെ പോയി കാണണം എന്ന് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഇന്നാണ്. പോകാൻ വേണ്ടി റെഡിയായി വരുമ്പം ഭവതിയെ കാണും. അന്നേരം ഭവതി ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ, അച്ഛനെ കൂടെ കൂട്ടാൻ മേലായിരുന്നോ എന്ന്. അന്നേരം അച്ഛനെ കൂട്ടി ചെല്ലണോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അലീനി ചേച്ചി കൂടെ കൊണ്ടുചെല്ലണം എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയുമ്പം, എന്തിനാ പോലും അന്ന് അലീനി ചേച്ചി എന്തൊക്കെയോ അച്ഛനോട് പറഞ്ഞില്ലേ, അതിൻ്റെ ദേഷ്യം തീർക്കാനായിരിക്കുമോ, മിക്കവാറും ഡിസ്മിസിലടിച്ച് കൈ തരുമായിരിക്കുമോ അല്ലേ എന്നൊക്കെ ഭവതി ചോദിക്കുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, അറിയത്തില്ല, അലീനി ചേച്ചി അന്ന് പറഞ്ഞതിനെല്ലാം തിരിച്ചു പറഞ്ഞ് ദേഷ്യം തീർക്കാനും എനിക്ക് ഡിസ്മിസിൽ അടിച്ചു തരാനും വേണ്ടി തന്നെയായിരിക്കും വിളിക്കുന്നത്. ഏതായാലും പോയി നോക്കാം, കൂടെ അലീന ചേച്ചി ഉണ്ടല്ലോ, അതാണ് ഒരു ആശ്വാസം എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന റെഡിയായി വരുവേ. അലീന ഇട്ടേക്കുന്നത് ബബിത മേടിച്ചു കൊടുത്ത പുതിയ ഡ്രസ്സാണ്. അന്നേരം എങ്ങനെയുണ്ടടി, എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ അലീന പറയുമ്പം ബബിതയ്ക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുവേ. കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ അലീന ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയാൻ മേല, നിങ്ങൾ പോകാൻ ഇറങ്ങിയതല്ലേ, പോകാൻ നോക്കുക എന്ന് പറയും. അന്നേരം എടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കണ്ണാടി നോക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം രോഹിത്ത് പറയാം, നല്ല അടിപൊളി ഡ്രസ്സ് അലീന ചേച്ചി, ഇവള് തന്നെയാണോ ഇതെടുത്തുന്നത്, ഇവളെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്ന കൂടുതൽ ഡ്രസ്സുകളാണല്ലോ എന്ന് പറയും. അന്നേരം അതെ, നിങ്ങൾ പോകാൻ ഇറങ്ങിയതാണേ പോകാൻ നോക്കുക എന്ന് പറയുവാണ് ബബിത. മനസ്സിലുള്ളതൊന്നും പുറത്തേക്ക് വിട്ട് കളയുന്ന ആളല്ലോ ബബിത, അതുകൊണ്ട് അവരോട് പോകാൻ പറയുന്നു. അവർ ഇറങ്ങിപ്പോരുമ്പം അലീന പറയുന്നുണ്ട്, മോള് വരുമ്പോൾ കൃഷ്ണമോള് വരുമ്പം നീ ഫുഡ് എടുത്ത് കൊടുക്കണം കേട്ടോ എന്ന്. ഏതായാലും അവരങ്ങ് പോകുന്നത് നോക്കി നിൽക്കുവാണ് ബബിത. പിന്നെ കാണിക്കുന്നത് ശിവനെയാണ്. ശിവൻ ശരണ്യയുടെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അന്നേരം ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ വിളിപ്പിച്ചത് എന്ന്. അന്നേരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഞാൻ വിളിപ്പിച്ചത് എന്ന് പറയുമ്പം, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയും. അന്നേരം ശിവൻ, എൻ്റെ മകന് ഒരു തെറ്റു പറ്റിപ്പോയി എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയത്തേക്കും, തെറ്റു പറ്റിപ്പോയി എന്നല്ല പറയേണ്ടത്, അവൻ കരുതി കൂട്ടി വിളിച്ചു വരുത്തി ചെയ്തു എന്ന് വേണം പറയാൻ. അവൻ ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാവോ, ആ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരില്ലായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, തെറ്റ് മനഃപൂർവ്വം ചെയ്തതുമാണ്. പക്ഷേ ഒരച്ഛനായി പോയില്ലേ, അവനെ ജനിപ്പിച്ചു പോയില്ലേ, അതിൻ്റെ പേരിൽ ഇപ്പം നിലത്ത് വീണ് കിടക്കുവാണ് ഞാൻ. നിങ്ങളോട് യാചിക്കുവാണ്, വേറെ ഒന്നിനും വേണ്ടിയല്ല. അവൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അവൻ ചെയ്യാത്ത തെറ്റ് അവൻ്റെ തലയിൽ കെട്ടിവെക്കരുത്, ആ പോക്സോ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറയും. അന്നേരം അവൻ്റെ പേരിലുള്ള ഒരു കേസ് ഒഴിവാക്കാൻ പോകുന്നില്ല ഞാൻ, അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവനോട്, കണ്ടിട്ടുണ്ടെങ്കിൽ കുത്തിക്കൊല്ലും ഞാൻ അവനെ എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ രോഷവും ദേഷ്യവും ഒക്കെ എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്കറിയാം, കാരണം ഞാനും ഒരു അച്ഛനാണ്. പക്ഷേ എൻ്റെ ഈ അപേക്ഷ നിങ്ങൾ തള്ളിക്കളയരുത് എന്ന്
എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ശിവൻ ചോദിക്കുവാണ്, നിങ്ങൾ ആ രോഹിത്തിനോട് ക്ഷമിച്ചില്ലേ, അവന് ഇളവ് കൊടുത്തില്ലേ എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, പ്രഭാകരൻ പറയുവാണ്, അതെ ആ ചെറുക്കനോട് ക്ഷമിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് അതിൻ്റേതായ കാരണമുണ്ട്. അവൻ എൻ്റെ മകളെ തൊട്ടുപോലും നോക്കിയിട്ടില്ല. നിങ്ങളുടെ മകനും കൂട്ടുകാരുമാണ് അവനെ എൻ്റെ മകളുടെ മുന്നിലിട്ട് അടിച്ചത്. എന്തിനാണെന്നറിയാവോ? എൻ്റെ മകളുടെ ദേഹത്ത് തൊടില്ല എന്ന് പറഞ്ഞതിന്. അതുകൊണ്ട് തന്നെ അവനോടൊരു 100 വട്ടം ഞങ്ങൾ ക്ഷമിക്കും, പക്ഷേ നിങ്ങളുടെ മകനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നെയും കുറേ കേണ് അപേക്ഷിക്കുന്നുണ്ട് ശിവൻ. അത് കഴിയുമ്പം ശരണ്യയുടെ അച്ഛൻ പറയും, നോക്കട്ടെ, എനിക്കിത് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ഞാൻ ശരണ്യയോട് ഒന്ന് സംസാരിച്ചിട്ട് പറയാമെന്ന്. അന്നേരം ശിവൻ പറയും, ഇന്ന് തന്നെ സംസാരിച്ചിട്ട് മറുപടി പറയണേ, കാരണം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാനായി, എത്ര കാലമായെന്നറിയാവോ ഒന്ന് ഉറങ്ങിയിട്ട്, ഒരു തരി ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പം, നോക്കട്ടെ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം വേറെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ, പിന്നെ ഇങ്ങനൊരു കാര്യം സംഭവിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് പറയും. അന്നേരം എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രഭാകരൻ തിരിച്ചു ചോദിക്കും. അന്നേരം ലക്ഷങ്ങൾ, 20 ലക്ഷമോ 25 ലക്ഷമോ നിങ്ങൾ പറയുന്നത് തരാം എന്ന് പറയുമ്പം പ്രഭാകരൻ പറയുന്നുണ്ട്, ഈ പറയുന്നത് എൻ്റെ മകളുടെ മാനത്തിൻ്റെ വിലയാണ്. ഞാൻ ആ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്വത്തും നിങ്ങളുടെ തായ്വഴിയിലെ സ്വത്തും മൊത്തം വിറ്റാലും ചിലപ്പം അത് മതിയാകുകയില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാകരൻ അവിടുന്ന് പോരുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ രോഹിത്തും അലീനയും കൂടി മാനേജർ അച്ഛൻ്റെ അവിടെ എത്തി അച്ഛനോട് അകത്തോട്ട് ചെല്ലാൻ പെർമിഷൻ ചോദിക്കുന്നു, കയറി വരാൻ പറയും. എന്നിട്ട് അച്ഛൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേര് രോഹിത് ബാലേന്ദ്രൻ എന്നല്ലേ എന്ന്. അതേ എന്ന് പറയുമ്പോൾ, ഈ ചെറുപ്രായത്തിൽ തന്നെ നീ പ്രശസ്തനായല്ലോ, കുപ്രസിദ്ധിയാണെന്നേ ഉള്ളൂ, പക്ഷേ ആ കുപ്രസിദ്ധിയുടെ ചെറിയൊരു അംശം നീ നമ്മുടെ കോളേജിനും തന്നു. നമ്മുടെ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല, അത് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, അറിയാം ഫാദർ എന്ന് പറയും രോഹിത്ത്. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു കാര്യത്തിൽ കർശനമായ നിലപാട് എടുത്തതായിരുന്നു, നിനക്കുള്ള ശിക്ഷ വിധിച്ചതുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ അത് ചെറിയൊരു ഇളവ് നിനക്ക് തന്നിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. അതിൻ്റെ പേരിൽ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പലിനോടും മറ്റുള്ളവരോടും ഒരുപാട് ആർഗ്യൂ ചെയ്യേണ്ടി വന്നു. എനിക്ക് അവരോടൊക്കെ പറയാൻ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒരൊറ്റ കാര്യം. ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഇളവ് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഡിസ്മിസൽ തരുന്നില്ല, പക്ഷേ ശിക്ഷയുണ്ട് കേട്ടോ, 1 മാസത്തെ സസ്പെൻഷൻ. ഇപ്പം തന്നെ നിനക്ക് 2 മാസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് സസ്പെൻഷൻ 1 മാസമായിട്ട് കുറച്ചത്. ഇപ്പം തന്നെ ഒരുപാട് പോർഷൻസ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നീ 3-ാം വർഷം ഡിഗ്രി പഠിക്കുന്ന ഒരാളാണ് എന്നും നിനക്ക് ഫൈനൽ ഇയറിലെ എക്സാം എഴുതണമെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇളവ് തന്നത്. ഞങ്ങൾ മൂലം ഒരാളുടെയും ഭാവി തകരരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് ഈ ഒരു ഇളവ് നിസ്സാരമായിട്ട് നീ കരുതരുത് എന്ന് പറയും. അപ്പോഴത്തേക്കും രോഹിത്തിന് സങ്കടവും സന്തോഷവും എല്ലാം കൂടെ വന്നിട്ട് പറയുവാണ്, ഇല്ല ഫാദർ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ഡിസ്മിസൽ പ്രതീക്ഷിച്ചാണ്, പക്ഷേ ഇങ്ങനെയൊരു കാരുണ്യം അച്ഛൻ എന്നോട് കാണിക്കും എന്ന് ഞാൻ കരുതിയില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുവാണ്. അന്നേരം അച്ഛൻ പറയും, നീ ഇനി എന്നോട് ക്ഷമ ചോദിക്കുകയൊന്നും വേണ്ട, നീ നിൻ്റെ കടമ വൃത്തിയായിട്ട് നിർവഹിച്ചാൽ മാത്രം മതി. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി നീ ഓർത്ത് വെച്ചേക്കണം, ഞാൻ ബാക്കിയുള്ളവരോട് ആർഗ്യൂ ചെയ്ത് ഈ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ അവർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല എന്നും നീ നിരപരാധിയാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. ഇനി നിന്നെ ശിക്ഷിക്കുമോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യുമെന്നും ചോദിച്ചിട്ടുണ്ട്. നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ആണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നത്. അത് നീ കാത്തു സൂക്ഷിച്ചോണം എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം, ഇല്ല ഫാദർ, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് പറയുന്നു. അതിന് അച്ഛനൊന്ന് ഉപദേശിക്കുന്നു കേട്ടോ, ചീത്ത കൂട്ടുകെട്ടിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വേണം ഇനി മുന്നോട്ട് പോകാൻ. ഇതുകൊണ്ട് നീ ഒരു പാഠം പഠിച്ചു എന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയും. ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് അച്ഛനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുവാണ് രോഹിത്. അന്നേരം പോകാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അലീനയോട് ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കഴിഞ്ഞ ദിവസം വന്നപ്പം നീ കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചായിരുന്നു. നിന്നെ ആരാ ബൈബിൾ പഠിപ്പിച്ചത്? നീ ഇവൻ്റെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ചേച്ചിയാണ് എന്ന് പറയും. അന്നേരം ബൈബിൾ ആരാ അപ്പോൾ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പം, എന്നെ
പഠിപ്പിച്ചത് എൻ്റെ വളർത്തമ്മ ബ്രിജിത്താമ്മയാണ് എന്ന് പറയുക. അന്നേരം വളർത്തമ്മയോ, അപ്പോൾ നിൻ്റെ സ്വന്തം അമ്മയല്ലേ നിന്നെ വളർത്തിയത് എന്ന് ചോദിക്കുമ്പം അല്ല എന്ന് പറയും. അന്നേരം ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുവാണ് അച്ഛൻ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ വളർന്നത് ഒരു ഓർഫനേജിലാണ്, ബ്രിജിത്ത മമ്മിയായിരുന്നു അതിൻ്റെ നടത്തിപ്പുകാരി, ആ അമ്മയാണ് എനിക്കിതെല്ലാം പഠിപ്പിച്ച് തന്നത് എന്നൊക്കെ പറയും. അന്നേരം അച്ഛൻ, രോഹിത്തിൻ്റെ ചേച്ചിയല്ലേ നീ പിന്നെ എങ്ങനെയാണ് ഓർഫനേജിൽ വളർന്നത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, ഞാൻ രോഹിത്തിൻ്റെ ചേച്ചിയാണ്, പക്ഷേ അത് അവരുടെ മനസ്സിൻ്റെ വലുപ്പം കൊണ്ട് അവരെനിക്ക് അംഗീകരിച്ച് തന്ന ഒരു സ്ഥാനം മാത്രമാണ്. ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വേലക്കാരിയായിട്ട് വന്നതാണ്. അതിനുശേഷം അവരെന്നെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും അങ്ങേര്. എന്നിട്ട് ചോദിക്കും, അന്നേരം ശരിക്കുമുള്ള നിൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ അല്ലേ എന്ന് ചോദിക്കുക. അന്നേരം അല്ല എന്നിങ്ങനെ അലീന പറയുമ്പം ഇങ്ങനെ ഒരു ഞെട്ടലോടെ ആട്ടോ രോഹിത്തും അത് കേൾക്കുന്നത്. കാരണം ബാലേന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞാലോ ഇപ്പം നിലവിൽ അവിടെ നിൽക്കുന്നത്. അന്നേരം രോഹിത്തും ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കേട്ട് നിൽക്കുക. അന്നേരം നിൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ അല്ല എങ്കിൽ നിൻ്റെ സ്വന്തം അച്ഛനെ അമ്മയും നിനക്കിപ്പോൾ അറിയത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം എനിക്കറിയാം, പക്ഷെ അവർക്ക് എന്നെ അറിയത്തില്ല എന്ന് പറയുവാണ്. അന്നേരം ആകെ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് രോഹിത്തിൻ്റെ ചേച്ചിയാണ് എന്നാണ്, നീ ഒരു ഓർഫനാണ് എന്നറിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു റെസ്പെക്റ്റ് നിന്നോട് തോന്നുവാണ് എന്ന് പറയും. അതുപോലെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന്. അന്നേരം സത്യമാ, ചേച്ചി വീട്ടിൽ വേലക്കാരിയായിട്ട് വന്നതാണ് എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോഴും ഒരു വിശ്വാസക്കുറവോടെ ഇങ്ങനെ അലീനെ നോക്കി നിൽക്കുക കേട്ടോ രോഹിത്ത് ഇപ്പോഴാണല്ലോ ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് തിരിച്ചറിയുന്നത്. ഏതായാലും അച്ഛൻ അലീനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നീ ഇവിടെ വന്നപ്പം നിൻ്റെ വാക്കുകളിൽ തീ ഉണ്ടായിരുന്നു. അന്നേരം നീ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, അത് ഒരു ചമ്മട്ടി കൊണ്ട് എന്നെ തല്ലുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്, എനിക്കത് നന്നായിട്ട് വേദനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അലീന, അച്ഛൻ എന്നോട് പൊറുക്കണം, അന്നേരത്തെ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട്, അത് നീ അറിയാതെ പറഞ്ഞു പോയതല്ല, നീ കരുതി കൂട്ടി പഠിച്ച് പറഞ്ഞത് തന്നെയാണ്, അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചമ്മട്ടി കൊണ്ട് ഓരോ തല്ല് കിട്ടേണ്ട ആവശ്യം എനിക്കുണ്ട്. കാരണം ഞാനൊരു മനുഷ്യനാണ്, അധികാരം ചിലപ്പം എൻ്റെ കണ്ണ് മൂടിക്കെട്ടിയേക്കാം, അതെല്ലാം മാറ്റി മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും. യേശു പഠിപ്പിച്ചത് കാഠിന്യമല്ല കരുണയാണ് എന്ന് നീ എന്നെ പഠിപ്പിച്ചു, എന്നെ ഓർമ്മിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് നിന്നോട് പരിഭവമൊന്നുമില്ല എന്ന് പറയുന്നു. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ അലീനയെ നോക്കിയിരിക്കുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ വൈജയന്തി വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങുക കേട്ടോ. അന്നേരം ബബിത തടഞ്ഞു നിർത്തുന്നുണ്ട്. അന്നേരം സമ്മതിക്കത്തില്ല കേട്ടോ വൈജയന്തി, എന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പോകുവാണ് എന്ന് പറയും. പുറകെ ചെന്ന് തടയുന്നുണ്ട് ബബിത. അന്നേരം വൈജയന്തി പറയുവാണ്, എന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി, അന്നും ഇന്നും എനിക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, വേലക്കാരിയായിട്ട് ഈ വീട്ടിൽ കയറി വന്നവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുക എന്നുള്ളത്. ഇനി അവൾ ഈ വീട്ടിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടുള്ളൂ എന്ന് വൈജയന്തി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പം വന്ന് ഡോറിൻ്റെ അടുത്ത് തടഞ്ഞു നിൽക്കുന്നുണ്ട് ബബിത. അന്നേരം ബബിതയെ പിടിച്ച് തള്ളിയിട്ടാണ് വൈജയന്തി വണ്ടിയിൽ കയറി പോകുന്നത്. ആകെ വിഷമാവുന്നു ബബിതയ്ക്ക്. പിന്നെ അവിടെ ശിവൻ്റെ അടുത്തേക്കാണ് വൈജയന്തി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ശിവൻ്റെ വായിന്ന് നല്ലത് കേൾക്കുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, അന്നും ഇന്നും എന്നും നിനക്ക് നിൻ്റെ സുഖവും സമാധാനവും മാത്രം, അതിനപ്പുറം നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിൻ്റെ സുഖവും സമാധാനവും നിൻ്റെ മനസ്സിലോട്ട് വരുമ്പം നിൻ്റെ ഭർത്താവോ മക്കളോ സഹോദരങ്ങളെയോ കുറിച്ചോ ഒന്നും നീ ചിന്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. അതുപോലെ അലീനയും രോഹിത്തും ഒരു സന്തോഷ വാർത്ത കൊണ്ട് തിരിച്ചു വരുമ്പം കേൾക്കുന്നത് വൈജയന്തി വീട് വിട്ടു പോയി എന്നുള്ളതാണ്. അത് കേൾക്കാൻ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്.